50,000 ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഹന്തി കോമ്പറ്റീഷന് ഞാൻ പോയിരുന്നു. നിലമ്പൂർ ട്രാവൽ ആൻഡ് ടൂറിസം ഓർഗനൈസേഷൻ നടത്തുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് മൈലാഞ്ചി മുഞ്ച് ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി. ബട്ട് സ്റ്റിൽ 10 മണിയായപ്പോഴാണ് എത്താൻ കഴിഞ്ഞത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഗൈഡൻസ് പബ്ലിക് സ്കൂളാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. എല്ലാവരും കയറി പോവുകയാണ്. എൻട്രി ടൈമായി. പാർട്ടിസിപ്പൻസ് ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ഇത്രയും അധികം പാർട്ടിസിപ്പൻസിന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 400 to 500 പാർട്ടിസിപ്പൻസ്. ഞാൻ ഒരു വിധത്തിലാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ID കാർഡ് വാങ്ങിയത്. മരങ്ങളും ആകാശവും മലകളും എല്ലാം കാണാൻ എന്ത് ഭംഗിയെന്നറിയും. ലാർജസ്റ്റ് ഹെന്ന ഫെസ്റ്റ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ 400 to 500 ആളുകൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ചെയേഴ്സാണ് ഈ കാണുന്നത്. പ്രൈസ് അടിക്കുക എന്നുള്ളതിനപ്പുറം പങ്കെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പണ്ട് IIMയുടെ ആർട്സ് ഫെസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഓയിൽ പെയിൻറ്റിങ്ങിനായിരുന്നു പോയിരുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെഹന്തി കോമ്പറ്റീഷൻ പങ്കെടുക്കാനാണ്. പ്രൈസ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കത്ര ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ദിസ് ഈസ് മൈ മോഡൽ. അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. ദൂരത്ത് നിന്നുള്ള ആളുകളെയും കൂടി കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അവർ വരുന്നത് വരെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങിയത്. എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇവളെ തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്തത്. എൻ്റെ സിസ്റ്റർ ഉണ്ട്, വേറൊരു സിസ്റ്ററും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാകും. അവളിന് ക്ലാസ് ഒന്നും മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. പിന്നെ ഉമ്മ വെയിറ്റ് ചെയ്യാണ് അവിടെ. ഏകദേശം സ്റ്റാർട്ടാക്കാനായി. കുറച്ച് ഒഫീഷ്യൽസിന് എന്തൊക്കെയോ വർത്താനൊക്കെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്ക്, എന്ത് ഭംഗിയാണെന്നറിയോ ആ പൂവും ആ മലകളും ആ വൈറ്റ് കളറൊക്കെ കാണാൻ. സീരിയസ്ലി സോ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ രണ്ടാളും അവിടെ ഞങ്ങളുടെ സീറ്റിൽ പ്ലേസ്ഡായി. ആൻഡ് അവരവിടുന്ന് ഹൈഫൈ ഒക്കെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഏകദേശം തയ്യാറാവാണ്. റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം ഇനി. അതിന് വേണ്ടിയിട്ട് ജഡ്ജസ് വന്നു. ഇത് ഇടുന്നതിന് മുന്നേ ഉള്ള കൈയാണ്. ആൻഡ് ജഡ്ജസ് വന്നു. ജഡ്ജസ് 4 പേരുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ഇൻസ്റ്റഗ്രാമിലാവട്ടെ അവരുടെ വർക്ക്സ് കാരണം പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. 4 ജില്ലകളിൽ നിന്നുള്ള ജഡ്ജസ് ആയിരുന്നു. പല കോമ്പറ്റീഷൻസിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇത്ര ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ റൂൾസും റെഗുലേഷൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു മെഹന്തി കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു മെഹന്തി കോമ്പറ്റീഷൻസിൻ്റെ റൂൾസ് വരേണ്ടത്. സോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യേണ്ടതും. അപ്പോൾ അവരത് നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നു നമുക്ക്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. സൈഡ്സിലും ഉണ്ടാവും. അപ്പം നിങ്ങൾ ആരെങ്കിലും മൊബൈൽ നോക്കിയിട്ട് ഹെന്ന ഡിസൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്ക്വാളിഫൈ ആവും. സോ മൊബൈൽ യൂസ് ചെയ്യരുത്. നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിലായിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഫസ്റ്റ്, നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈനാണ് തീം കൊടുക്കുന്നത്. ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈൻ. ഓക്കെ, മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നീറ്റ്നെസ് ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. അതിൽ നിങ്ങൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിസൈന് നിങ്ങൾ തന്നിട്ടുള്ള ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡിസൈന് കംപ്ലീറ്റ് ചെയ്യണം. അതായത് 1.15 മിനിറ്റ്സ് ആണ്, അവേഴ്സാണ് നമ്മൾ തരുന്നത്. 1.25 മണിക്കൂർ. സോ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡിസൈന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എൽബോ മുതൽ ഫിംഗർ വരെ ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. എൽബോ ടു ഫിംഗർ എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, എൽബോ ടു ഫിംഗർ 1 മണിക്കൂർ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഡിസൈന് കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ സ്പോട്ടിൽ ഡിസ്ക്വാളിഫൈ ആവും. ഓക്കെ, ദെൻ മെയിൻലി 4 എലമെന്റ്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പീകോക്ക്, എലിഫന്റ്, ജുംക, ലോട്ടസ്. ഈ 4 എലമെന്റ്സ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഡിസൈനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് ഇല്ലെങ്കിൽ വരെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. പിന്നെ നിങ്ങൾ എത്ര ക്രിയേറ്റീവായിട്ട് എലമെന്റ്സ് ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് പോയിന്റ്സ് ഉണ്ടാവും. പോർട്രേറ്റ് ആഡ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ല, റൂൾസിലില്ല. പോർട്രേറ്റ് ആഡ് ചെയ്യണ്ട. ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ മെയിൻലി ഫോക്കസ് ഇപ്പം ഹെന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ക്രിയേറ്റിവിറ്റിയാണ്. ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്.
സോ നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് കംപ്ലീറ്റ്ലി ക്രിയേറ്റീവായിട്ട് ചെയ്യാം. 1 ഹവറിനുള്ളിൽ അവർ പറഞ്ഞ എല്ലാ എലമെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫോൾട്ട്സ് എന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടാകും. പിന്നെ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന ഡിസൈൻസ് ഐ വാസ് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. എന്ത് ഭംഗിയാണെന്നറിയോ അവരുടെ ആ ഒരു പ്രിസിഷൻ, അക്യുറസി, ലൈക്ക് എവ്രിതിങ് എവ്രിതിങ് വാസ് സോ നൈസ്. അത് ആ പ്രാക്ടീസ് കാരണമാണെന്നുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി നല്ല ഡിഫറൻസും നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകും. ഉമ്മ കുറേ നേരമായിട്ട് പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ കൂടെ പോയിരുന്നു. ജഡ്ജ്മെൻ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 2 ജഡ്ജസ് ഇവിടെ നിന്നും 2 ജഡ്ജസ് ബാക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാൻ ഖദീജ റസീനെ സൂം ഇൻ ചെയ്യായിരുന്നു. അവൾക്ക് ഇങ്ങനെയായിരുന്നു, വേണ്ടായിരുന്നു, വരണ്ടില്ലായിരുന്നു, അവൾക്ക് വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ചെയ്ത വർക്കിൽ. ആൻഡ് ആ ഷോവിനെ ഓൺ ആക്കി വെക്കാൻ അവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. ഫുൾ ടൈം അയാൾ ഭയങ്കര ആക്റ്റീവായിട്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഓരോരോ കാര്യങ്ങൾ ക്വയറീസൊക്കെ ചോദിച്ചിങ്ങനെ നടന്നിരുന്നത്. ഓരോ നാട്ടിൽ നിന്നും വന്ന കുട്ടികളെടുത്ത് അവരുടെ പേരും എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുകയായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ പുറത്ത് നിന്നും വന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും വലിയൊരു കാര്യമാണ്. അത്രയും ആളുകളിലേക്ക് ഇത് എത്തി എന്നുള്ളത് അറിയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് കേരളത്തിലുള്ള പല പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം, എറണാകുളം, കണ്ണൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഓരോരുത്തരും ഈ ആങ്കർ വിളിച്ചിട്ട് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം, യെസ്, തിരുവനന്തപുരത്തിൽ നിന്ന് എത്തിയ മത്സരാർത്ഥിക്ക് അവരുടെ പേര് ജഡ്ജ്മെൻറ്റിൻ്റെ ഇടയിലായിരുന്നു ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ജഡ്ജ്മെൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റും ഞാൻ പോയി കളക്ട് ചെയ്തു. ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പലരുടെ ഉള്ളിലെ പ്രതീക്ഷയാണ്. ഇനി ചിലപ്പം കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 400 to 500 ആളുകളുള്ളൊരു കോമ്പറ്റീഷനിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി വളരെ കുറവാണ്. സോ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വേണം നമ്മൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പോകാൻ. ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ കാരണം നമ്മളുടെ കഴിവുകൾ അവിടെ ഇല്ലാതാവുന്നില്ല. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ എ കോമ്പറ്റീഷൻ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത്രയേ ഉള്ളൂ. ഉമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് തീരുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഉമ്മ നമുക്ക് തിരിച്ചു പോവാം എന്നുള്ളത്. അപ്പം ഉമ്മ പറഞ്ഞു എന്തായാലും വന്നോ, ഇനി ലാസ്റ്റ് വരെ ഇരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് എനിക്ക് കിട്ടില്ല എന്നുള്ളത്. കാരണം ആ ഒരു പ്രോബബിലിറ്റീൻ്റെ കാര്യം എൻ്റെ മൈൻഡിലുണ്ട്. 400 to 500 ഇടയിൽ ഹൗ ഇറ്റ് വിൽ ബി പോസിബിൾ എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരുപാട് പഠിക്കാൻ പറ്റി. ലൈക്ക് വാട്ട് ഓൾ ഷുഡ് ഐ ഡു ഫോർ ദ നെക്സ്റ്റ് എന്നുള്ളത് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കൗണ്ടേഴ്സ് തിരഞ്ഞു പോയി. ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു ഫുഡ് കൗണ്ടേഴ്സ്. വീടുകളിലെ പല വീട്ടമ്മമാർ പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയായിരുന്നു അവിടെ ഫുഡ് കൗണ്ടേഴ്സിൽ ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഓവറോൾ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നു. ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ആ എല്ലാം ഉണ്ട്, എല്ലാ എലമെൻസും ഉണ്ട്. അപ്പോൾ അതിനിടയിൽ വേറെ ആളുകൾ വന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ കിട്ടുക. അപ്പോൾ അറിയാം നമുക്ക് ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ വാസ് റിയലി ഹാപ്പി ബിക്കോസ് ഐ ഇംപ്രൂവ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനിയും ഒരുപാട് ശരിയാക്കാനുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ. ബിരിയാണി, മന്തി, കുറേ പലഹാരങ്ങൾ, എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു ഭക്ഷണമൊക്കെ. അങ്ങനെ അത്രയും മോശം പറയാനൊന്നുമില്ല, നല്ല ഭക്ഷണം തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് നല്ല ഫുഡ് തന്നെയായിരുന്നു. അതെൻ്റെതാണോ? ഖദീജ റസീന, എന്താ നിന്റെ എക്സ്പീരിയൻസ്? അവസാന നിമിഷത്തിലേക്ക് ഈ ദിനം അവസാനിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. അങ്ങനെ ഫെലിസിറ്റേഷൻ സെറമണി ആവാറായി. അപ്പോൾ ഗിഫ്റ്റ്സും വിന്നേഴ്സിൻ്റെ പ്രൈസസും പ്രൈസ് മണിയും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ടൈമായി. എല്ലാവരും വന്നു, സ്പോൺസേഴ്സിനെ മെൻഷൻ ചെയ്തു. അവർ ആ ചടങ്ങ് തുടങ്ങി.
ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ കോമ്പറ്റീഷനിൽ. ആ യെല്ലോ ഷോളിട്ട് കുട്ടി, പേര് സഫമോൾ. അപ്പോൾ ആ കുട്ടീനെ വേദിയിലേക്ക് വിളിച്ച് വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കാൻ. സഫമോൾ എടുത്തിരിക്കുകയാണ്. Winner is സൈബ പൂവഞ്ചേരി ഹൗസ്. ഗോൾഡൻ ഡയമണ്ട് അതിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് നിലമ്പൂരിന്റെ മണ്ണിലേക്ക് എത്തിയ മൻസൂർ പുളിക്കൽ ഹൗസ്. മൻസൂർക്കാർ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. യെസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. മൻസൂർക്ക് മൊമെന്റ് നൽകുന്നതിനായി നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രിയപ്പെട്ട റസാഖ് മാസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. മയൂഡിയ ഗോൾഡൻ ഡയമണ്ടിന്റെ ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആളുകൾക്ക് ബോറടിക്കാതിരിക്കാനും കുറച്ച് എൻ്റർടൈൻ ചെയ്യാനും വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ. സോ നൈസ്. ഏറെ അഭിമാന നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും മയൂഡിയ ഗോൾഡൻ ഡയമണ്ട് അണിയിച്ചൊരുക്കിയ നറുക്കെടുപ്പില് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ റിൻഷ ബാനുവിനുള്ള ഗോൾഡ് കോയിൻ ഈ അവസരത്തിൽ കാരാളൻ സുലൈമാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുലൈമാൻക ഇത് കൈമാറുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുലൈമാൻക ഈ മുഖ്യ അതിഥികളുടെയൊക്കെ അവസരത്തിൽ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ആ 9 പേര് ആദ്യം വന്ന് രജിസ്റ്റർ ചെയ്ത 9 പേർക്ക്, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്ത 9 പേർക്കുള്ള ഗിഫ്റ്റാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ. ആരിഫയ്ക്ക് ശേഷം അൻഷിത MYESP4 അൻഷിത. അൻഷിത വരൂ നമ്പർ. പ്രിയപ്പെട്ടവരെ നല്ലൊരു കൈയടി നൽകണം. മനുവേട്ടൻ അവർക്കുള്ള വിജയിക്കുള്ള സമ്മാനം ഈ അവസരത്തിൽ കൈമാറുകയാണ്. യെസ്, എനർജറ്റിക്കായി നല്ലൊരു കൈയടി. ഈ ഒരു നിമിഷം, ഈ ഒരു സായാഹ്നം അത്രത്തോളം മനോഹരമാക്കി തീർക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അവർക്കുള്ള ഗിഫ്റ്റ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ ചോദിക്കുന്നു, നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയും പേഷ്യൻസോടെയും ഒക്കെ വെയിറ്റ് ചെയ്യാണ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനെല്ലാത്തിനും പ്രൈസസും വിന്നേഴ്സും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒഫീഷ്യൽസിൻ്റെ ഈ ഒരു സംസാരം, ടോക്സൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ടോക്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല അതിന്. ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച ഈ ഒരു വിശിഷ്ട അതിഥികൾക്കും നമ്മുടെ നിലമ്പൂർ ടൂറിസം, അതേപോലെ എടക്കര പൗരാവലി, ഇവർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി എന്ന് ഞാൻ അറിയിക്കും. സോ താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ചുരുക്കും 2 വാക്കിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എടക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റഫീഖ് സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ആശംസയോടുകൂടി വിജയികളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ എന്തായാലും സാധ്യതയില്ല. എന്നാലും എനിക്ക് എടക്കരയുടെ പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു പരിപാടി, പൗരാവലി ഏറ്റെടുത്ത പരിപാടി എന്ന നിലയിൽ എടക്കരയുടെ വ്യാപാരിയുടെ ഇതിന് ആഹ്വാരാത്രം പ്രവർത്തിച്ചതും ഈ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ ഇത് നടത്തണമെന്ന നിശ്ചയം ഉണ്ടായത് ശ്രീമാൻ സുലൈമാൻ കാരാടനാണ്. അദ്ദേഹം ഇതിന് തുടക്കം കുറിക്കുകയും ഞങ്ങളൊക്കെ ഭാഗവാക്കാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ വളരെ തിരക്കുള്ള ബിസിനസ് ചെയ്യുന്നവരാണ്. എങ്കിലും രാത്രിയിലും പകലും ഓൺലൈൻ മീറ്റിംഗ് ആയും ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുവാൻ ഞങ്ങളുടെ ചെയർമാൻ്റെ ഊർജമാണ് ഇതിന് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ നാട്ടിൽ, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുക എന്നത് എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ഒക്കെ ആഗ്രഹമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു വേദി പങ്കിടുവാൻ സാധിക്കുകയുള്ളൂ. പടച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഡേറ്റ് തീരുമാനിച്ച ഉടനെ തന്നെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളൊക്കെ അധികം ആളുകൾ മൻസൂർ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരും മൈലാഞ്ചി ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുന്നേറാൻ പോലത്തെ ആളുകളെ അറിയിക്കുകയാണ്.
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇല്ല, നമ്മളെല്ലാവരെയും വളരെ ആകാംക്ഷയുടെ മുൻമണിയിൽ നിർത്തിയിട്ടാണ് നമ്മൾ അനൗൺസർ അർഷിതയോട് നമ്മളിങ്ങനെ ഓരോ സമയത്തും പറയുന്നത് ഫസ്റ്റ് പ്രൈസ്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ 1-2 ആൾക്കാരെ പേര് പറയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയം ഡ്രൈവറായി ഇങ്ങനെ വീട്ടുകാർ പെണ്ണെട്ടണം നടന്നപ്പോൾ ബസ്സിൻ്റെ കണ്ണാടിൻ്റെ കൂടെ ഒരു കൈ കണ്ടു. അപ്പോൾ അതിന് നിറച്ച് മൈലാഞ്ചി ഉണ്ട്. അങ്ങനെ ആ പെണ്ണിനെയാണ് ഞാൻ കെട്ടിയത്. അപ്പോൾ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിട്ട് പോലും എൻ്റെ കുട്ടികളെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്നും കൂടെ സജീവമായി നിന്നത്. ഇത്രയും ഒരു പരിപാടി ദൂരെ സ്ഥലത്തു നിന്ന് വന്നേ അതൊക്കെ നമ്മളെ +1 +2 പഠിക്കണ നമ്മളിപ്പോൾ കുട്ടികളെ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്ഷമിക്കണം. ഈ ഗൈഡൻസ് നമുക്ക് തന്നത് നമ്മൾ അഷറഫാക്കാണ് ഇതിൻ്റെ സെക്രട്ടറി. അഷറഫാക്കാനോട് സംസാരിച്ചപ്പോൾ അഷറഫാക്കാൻ തരാതിരിക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ടായതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഒരു കാരണവശാലും വാളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടത് നമ്മളത് വളരെ നീറ്റായി കൊടുക്കണം. പിന്നെ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് കുറച്ച് കടകൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ പെങ്ങന്മാരും നമ്മളെ കുടുംബങ്ങളുമാണ്, നമ്മളെ ബാക്കിക്കാരാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് നടത്തുന്ന സംരംഭമാണ്. അപ്പോൾ അത് എന്തെങ്കിലും അവിടെ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അവരെ ഒന്നുകൂടി സംതൃപ്തരാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പർ മാനും എവിടെയാണ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എടക്കര നടത്താനിരുന്ന പരിപാടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ബേസിക്കൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നിലമ്പൂർ ടൂറിസം, അതായത് ഈ നിലമ്പൂർ മേഖലയെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടി അതിൻ്റെ മഹത്വങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ പുറലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ബേസിക്കൽ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പല പരിപാടിയിലും ഒരു ഭാഗമാണ് ഈ ഒരു മൈലാഞ്ചിയുടെ മത്സരം. അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കും. താങ്ക് യു. ഈ നിലമ്പൂർ പ്രദേശം ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ഞങ്ങൾ മുന്നിട്ടിറങ്ങി നല്ല രീതിയിൽ തന്നെ ഒരുവിധം ഇത് പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ തോന്നുന്നത്. വോളണ്ടിയേഴ്സിനോടൊപ്പം ഒരു ഫോട്ടോ, അത് അതിൻ്റെ ആദ്യത്തെ മര്യാദയാണ്. വോളണ്ടിയേഴ്സായിട്ടുള്ള വിവിധ യൂണിറ്റ് അംഗങ്ങൾ, ആശ, അംഗനവാടി വർക്കർമാർ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സംഘാടക സമിതി ഈ മത്സരാർത്ഥികളുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ വലിയ സന്തോഷത്തോടെ എടുക്കുകയാണ്. സോ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത ഫൈനൽ റിസൾട്ട്സിലേക്ക് ഇതാ അവർ കടക്കുകയാണ്. എല്ലാവരും വെയിറ്റിംഗിലാണ്. അറിയണ്ടേ? എങ്കിൽ നല്ലൊരു കൂക്ക് തരുമോ? കൂവോ? കൈയടിക്കണ്ട, കൂവോ? യെസ്, അത് നിങ്ങൾ മിടുക്കന്മാരാണ്. അപ്പോൾ വേദിയിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയും റിസൾട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയും ജഡ്ജസിനെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ടു ജഡ്ജസ്. കോമ്പറ്റീഷൻ ഭയങ്കര ടഫായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല പോലെ വരച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തു. അത്ര നിങ്ങളെക്കാളും ടെൻഷനും ഞങ്ങളായിരുന്നു രാവിലെ മുതൽ. അത്ര പാർട്ടിസിപ്പേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു 4 പേര്. സോ നല്ല സമയം എടുത്തിട്ടാണ് ഞങ്ങൾ അത്ര നോക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ വിന്നേഴ്സിനെ ചൂസ് ആക്കിയിട്ട്. ഓഡിയൻസിനോട് ഗെസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്കറിയോ ആരാണ് ആ വിന്നർ എന്നുള്ളത്. അപ്പോൾ ഒരു 10 പേര് അവർ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ 10 പേരും അടിപൊളിയായിട്ടാണ് ചെയ്തത്. ശരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഈ 10 പേരുടെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ക്യൂ നിന്ന് എല്ലാവരുടെയും ഡിസൈൻസ് കണ്ടു. ഞാനും അവരുടെ ഇടയിൽ പോയി. ആദ്യം ഞാനൊന്ന് മടിച്ചു, ഫൈനലി ആ തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷേ എനിക്ക് തോന്നി അപ്പോൾ പോകണം, അത് കഴിഞ്ഞാൽ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഡിസൈൻ നോക്കാൻ വേണ്ടി പോയി. ഐ വാസ് റിയലി ഇംപ്രസ് വിത്ത് എവ്രി വൺസ് ഡിസൈൻ. ഒന്നും പറയാനില്ല കേട്ടോ. ഈ ഗൂഗിളിന് എടുത്ത പോലെയാണ് അവർ ഈ വരച്ച് വെച്ചിട്ടുള്ളത്. എന്ത് ഭംഗിയാണ്, മാഷാ അല്ലാ. എല്ലാവരും അടിപൊളിയായിരുന്നു.
പല രീതിയിലായിരുന്നു ക്രിയേറ്റിവിറ്റി, ആ ഒരു തിക്നെസ്. നമുക്കിതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഓക്കെ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് വന്നതെന്ന് ശരിക്കും മനസ്സിലാകും, എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് മനസ്സിലാകും. റിയലി എവ്രി വൺ ആർ ടാലൻറ്റഡ് ദാറ്റ് മച്ച്. അത്രയും ടാലൻറ്റഡ് ആണ് ഈ കണ്ട 10 പേര് മാത്രമല്ല, അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 400 തൊട്ട് 500 വരെയുള്ള കുട്ടികളെല്ലാം ടാലൻറ്റഡ് ആണ്. എല്ലാവരോടും ഗെസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ആർക്കും പറ്റുന്നുണ്ടായില്ല ഗെസ് ചെയ്യാൻ. ഫൈനലി അവർ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. 4th പ്രൈസ് ആയിരുന്നു ആദ്യം അനൗൺസ് ചെയ്തത്. 4th പ്രൈസ് വാസ് ഗെറ്റിംഗ് 5,000. അപ്പം 3 പേർക്കായിരുന്നു 4th പ്രൈസ് ഉണ്ടായിരുന്നത്. ആൻഡ് 3rd പ്രൈസ് ആയിരുന്നു 10,000 ആൻഡ് സെക്കൻഡ് പ്രൈസ് ഇസ് 25,000 ആൻഡ് ഫസ്റ്റ് പ്രൈസ് വാസ് 50,000 വിച്ച് വാസ് എ ഹ്യൂജ് എമൗണ്ട്. ഇന്ത്യയിൽ ഇത്രയും വലിയൊരു എമൗണ്ടിൽ ഇങ്ങനെ ഒരു മെഗാ ഇവൻറ്റ് നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. 120 5000 രൂപ വീതം വെച്ച് 3 പേർക്ക്. 120 അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, 3 പേർക്കാണ് 5000 രൂപ വീതം വെച്ച് നൽകുന്നത്. അത് നൽകുന്നത് റഫീഖ് മാസ്റ്ററാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിജയ്, നീ നിൽക്കുന്ന നിങ്ങളിലുണ്ട് വിജയ്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ 3 ആളുകളിൽ ഒരാൾ മാത്രം. സ്ഥാനത്തിൽ 4ാം സ്ഥാനത്തിലെ രണ്ടാമതാ 370 സെറീന മുഹമ്മദ് നൽകുന്നു. സെറീന മുഹമ്മദ് താങ്ക് യു. അവർക്ക് റസാഖ് മാസ്റ്റർ നൽകുന്നു. റസാഖ് മാസ്റ്റർ ക്ഷണിക്കുന്നു. കാസർഗോഡിലെ വംശത്തിമാർ ഈ 4ാം സ്ഥാനത്തിൽ 273 കോഡ് നമ്പർ. യെസ് പ്രിയപ്പെട്ടവരെ, ആകാംക്ഷയുടെ യെസ് 3ാം സമ്മാനം 10,000 രൂപ. അത് നൽകുന്നതിനായി ഞങ്ങളുടെ ആദരണീയനായ NTO വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി ക്ഷണിക്കുന്നു. മുജീബ് ദേവശ്ശേരി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിന്നേഴ്സ് ആ ക്യാഷിന്റെ ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ കൗണ്ടറിൽ യെസ് തിരൂരിൽ നിന്നെത്തിയ ഇന്നത്തെ മൈലാഞ്ചി മഞ്ചിന്റെ 3ാം സ്ഥാനത്തിന് അർഹത നേടിയിരിക്കുന്നു. ഗൈസ്, നല്ലൊരു കൈയ്യടി പ്ലീസ്. യെസ്, താങ്ക് യു. ഇനി നിങ്ങൾ ആ 5000 രൂപ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഏറ്റുവാങ്ങേണ്ടതാണ്. ഗൈസ്, 271. യെസ്, 271. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടുകാരികൾ തന്നെയാണ്. എനിക്കറിയാം, കഴിഞ്ഞ വർഷത്തിന് മുന്നോടിയായി മൈലാഞ്ചി മഞ്ച് നമ്മൾ നടത്തിയപ്പോൾ അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം തേക്കിന്റെ നാടും ഫർസയും അണിയിച്ചൊരുക്കിയ മൈലാഞ്ചി മഞ്ചിലെ 1ാം സ്ഥാനം നേടിയ വിജയിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ദീപ ഹരിദാസ് ഈ പ്രൈസ് കൈമാറുന്നു. ഇത് നമ്മുടെ തൊട്ടടുത്ത ചുങ്കത്തറക്കാരിയാണ് 2ാം സമ്മാനം നേടിയിട്ടുള്ളത്. മുർഷിദ ആൻഡ് റിസ്വാനക്ക് നല്ലൊരു കൈയടി. ഗൈസ്, ഇത് 25,000 രൂപ. ഇത് 2ാം സമ്മാനം. ഇത് NTA-യുടെയും എടക്കര പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൈലാഞ്ചി മഞ്ചിന്റെ 2ാം സമ്മാനം 25,000 രൂപ. അടിച്ചു മോളെ, നമ്മുടെ നാട്ടുകാരികൾക്ക് നല്ലൊരു കൈയടി. നിങ്ങളുടെ നല്ലൊരു കൈയടി നൽകാം. യെസ്. 2 വർഷം മുൻപ് ഇതുപോലെ ഒരു ചടങ്ങിൽ MC ആയി പോയപ്പോൾ, ആങ്കറായി പോയപ്പോൾ ഈ പേര് വിളിച്ചതാണ്. അന്ന് വിളിച്ചത് 1ാം സ്ഥാനത്തേക്ക്, ഇന്ന് 2ാം സ്ഥാനത്തേക്ക്, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ ഏറ്റു. സമാധാനം ശ്വാസപ്പെട്ടിട്ട് പറയാം. ആരോ പ്രൊഡിക്ഷനിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ നമ്പർ 2-3 ആൾക്കാർ പറഞ്ഞു. ഇതിലൊക്കെ കൊടുക്കേണ്ട ഒരാളുണ്ട്. നമ്മൾ അറിയാതെ പോയി. ഫസ്റ്റ് പ്രൈസിന് മുമ്പേ അദ്ദേഹത്തിനൊരു സംഭവം, ഒരു സല്യൂട്ടാണ് കൊടുക്കുന്നത്, കയ്യടിയല്ല.
അർഷദ് അൻവർ, ദ അനൗൺസർ നമ്മുടെ ഒരു മുത്ത്. ഈ രാവിലെ മുതൽ കിടന്ന് പെടക്കുന്നുണ്ട് മോനെ. അർഷദ് കിടന്ന് പെടക്കാണ് കിടന്നിട്ട്. കാരണം എവിടെ ഒരു ഫാൾട്ട് പറ്റാണ്ട് ഇങ്ങനെ വേർത്ത് കുളിച്ച് വാ. സൂപ്പർ സൂപ്പർ. അർഷദ് ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ അർഷദ്, താങ്ക് യു സോ മച്ച്. ഒരു സംഭവമാണ് കേട്ടോ. എവിടെയും ഒരു പിഴവുകൾ പറ്റാണ്ട്. താങ്ക് യു. നിങ്ങൾ ഓരോരുത്തരുമാണ് ഊർജ്ജം. താങ്ക് യു. അപ്പൊ നമ്മുടെ ദീപ ഹരിദാസും നമ്മുടെ കാസർഗോഡാരെവിടെ? നല്ലൊരു കൈയടി. നമ്മുടെ ജഡ്ജ്. അടുത്തതായി നൂറാൻ എം കെ ആദരിക്കുന്നു. അവർക്കുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നു ഫാത്തിമ മിൻഹ. നെക്സ്റ്റ് ഫാത്തിമ മിൻഹ. യെസ്, നെക്സ്റ്റ് വേദിയിൽ അടുത്തതായി വേദിയിലെത്തുന്നു ഫാത്തിമ മിൻഹ. പ്രിയപ്പെട്ടവരെ, ഇത് നിലമ്പൂരിന് അഭിമാന നിമിഷം. ഫാത്തിമ മിൻഹ നിലമ്പൂരിൽ നിന്നുള്ള, എടക്കരയിൽ നിന്നുള്ള ജഡ്ജാണ്. നല്ലൊരു കൈയടി. അടുത്തതായി ചാവക്കാടിന്റെ മണ്ണിൽ നിന്ന് പ്രിയങ്കരിയായി നഷാന ജഡ്ജായി എത്തുമ്പോൾ അവർക്കുള്ള ആദരവ്. നഷാനയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഒരുപാട് സെലിബ്രിറ്റി അവർക്ക് അവരുടെ ഫോട്ടോകളൊക്കെ കൈകളിൽ മനോഹരമായി മൈലാഞ്ചി ഇടുന്ന നഷാന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ്. നഷാനയ്ക്ക് നല്ലൊരു കൈയടി ഗൈസ്. ആൻഡ് ദിസ് വാസ് ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അവരത് അനൗൺസ് ചെയ്തു 248 ആൻഡ് ഷി വാസ് റിസൈഡിങ് ഫ്രോം എറണാകുളം. 50,000. എന്താണ് നമ്മൾ കാത്തിരുന്ന നിമിഷം? ആരായിരിക്കും ഒന്നാം സ്ഥാനമെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നൽകുന്നു കാരാടൻ ലാൻഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ, ദ റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള. ഗൈസ്, ഒരു മിനിറ്റ്. വാ, സൂപ്പർ. പടച്ച, ഈ 14 ജില്ലയിൽ നിന്നും വന്നിട്ട് എറണാകുളം ജില്ലയാണ് അത് കൊണ്ടുപോണത്. എറണാകുളം തൂക്കി മക്കളെ. കുറച്ച് വർക്കുകളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. നല്ല സെലക്ഷൻ. ജഡ്ജസ് സമ്മതിച്ചു മക്കളെ. ഹായ് ജഡ്ജസ്, പ്ലീസ്. നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി. നമ്മുടെ പരിപാടി അവസാനിക്കാൻ കഴിച്ചിട്ടേ പോകാവൂ പ്ലീസ്. ഇതാണ് സ്നേഹവിരുന്ന്. 1 hour ഫ്രീ ആണ്, എല്ലാ ഫുഡും ഫ്രീ ആണ് പ്ലീസ്. ഇതാണ് നിങ്ങൾ അതിഥികളായി എത്തി, നിലമ്പൂരിന്റെ മണ്ണിൽ അതിഥികളായി എത്തിയവർക്ക് വിരുന്ന്. എടക്കരയുടെ വിരുന്ന്, നിലമ്പൂരിന്റെ വിരുന്ന്, NGO 1 hour ഫ്രീ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തു. എല്ലാവരോടും അവിടെ പോയി കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല, നമ്മൾ തിരിച്ചു പോയി. ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് മെഹന്തി കോമ്പറ്റീഷൻ. ഇത്രയും വലിയൊരു മെഹന്തി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ എപ്പോഴും എടുക്കണം. എല്ലാവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എനിക്ക് ശരിക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു പ്രോഗ്രാമിൽ വരണ്ടാന്ന്. ഈ കോമ്പറ്റീഷൻ്റെ റീൽ അയച്ചു തന്നത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ അനിയൻ ഹബീബും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒന്നാമത് കോളേജിൽ ഭയങ്കര കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു പല കാര്യത്തിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇവൻറ്റ് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്ഫുള്ളായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ ഫൈൻ, രണ്ടും കൽപ്പിച്ച് ഞാൻ ട്രെയിന് കയറി. അടുത്ത ദിവസം തന്നെ ഇവിടെ വന്നു. നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചും പോയി. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ ഞാൻ വന്നതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. എല്ലാം ഒരു ലെസണാണ്. ഇനിയും കോമ്പറ്റീഷൻസ് ഉണ്ടാവട്ടെ, അതിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയട്ടെ. എനിക്ക് പ്രൈസ് അടിക്കുന്നോ ഇല്ലയോ എന്നതിലല്ല കാര്യം, ഞാനത് വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം ഞാനിവിടെ പ്രൈസ് പ്രതീക്ഷിച്ചല്ല വന്നു. ഒരു പരിപാടിക്കും പ്രൈസ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരിക്കലും വരരുത്. കാരണം 1, 2, 3 എന്നുള്ള പൊസിഷൻസിൽ ആർക്കും വരാം. പക്ഷെ ലൈഫിൽ അവരല്ല മുന്നേറാൻ പോവുക. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. അത്രയും നന്നായിട്ട് ആ കുട്ടികൾ കളിച്ചും ചെയ്ത് പൈസ കൊടുത്ത് സെറ്റപ്പ് ആക്കി. നിലമ്പൂർ ഫോറസ്റ്റിനകത്തൊക്കെ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. നമ്മൾ നേരെ തിരിച്ചു. കാരണം
എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു ടൈമായി, എല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ വഴിയിൽ നിർത്തിയിട്ട് കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും വായിക്കുന്നുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ശരിക്കും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യട്ടെ ഇനിയും. ഓർഗനൈസേഴ്സിനോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് അസ് എൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. ഡു സബ്സ്ക്രൈബ്.